ഇല്ല, അത് അവർക്ക് തന്നെ അറിയാം ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കൂലെന്ന്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒന്നും കിട്ടാത്ത ഒരു പരിഭവം അവർക്കുണ്ട്. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും, കേരളത്തിൽ മാത്രമല്ല അതുപോലെ സ്റ്റേറ്റുകളിലൊക്കെ നിരന്തരം പോയി നോക്കുകയാണ്. ഇനി പോവാത്തതുകൊണ്ടുള്ള കേടുണ്ടാവട്ടെ എന്ന് വിചാരിച്ചു കാണും. ഏതായാലും കിട്ടൂല, ഇനി പോവാത്തതുകൊണ്ട് കേട് വേണ്ട, കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി വരുന്നതാവും. കിട്ടൂല എന്ന് ഉറപ്പാണ്. രാഹുൽ ഗാന്ധി ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഒരു ഓൾ ഉണ്ടാവുമോ? കാരണം നാളെ യാത്ര സമാപിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു വരവോടുകൂടി കേരളത്തിലെ UDF-നൊരു ഓൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിന്ന് ഏറനാട് മണ്ഡലം കൺവെൻഷനായിരുന്നു, വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ. ഭയങ്കര ആളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓളം ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേപോലെ തന്നെ ഉണ്ട്. രാഹുൽ ഗാന്ധി ഏകനായി യാത്ര നടത്തി ഫൈറ്റ് ചെയ്യുന്നത് ജനങ്ങൾ കാണുന്നില്ലേ? ഈ CAക്കെതിരും അതുപോലെ തന്നെ BJP ദുർഭരണത്തിനെതിരായിട്ടാണല്ലോ ആ ഫൈറ്റ്. മാത്രമല്ല വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഇന്ത്യ മുന്നണിക്കാണ് ഹോപ്പ്, ഇന്ത്യ മുന്നണിക്കും ഹോപ്പുണ്ട് എന്നുള്ള നിലയിൽ വരും. അപ്പോൾ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ വലിയ പ്രസക്തി നേടും. അദ്ദേഹമായിരിക്കും പ്രസക്തി നേടുന്ന നേതാവ്. NDA താഴോട്ട് പോകുന്നു എന്നും ഇന്ത്യ മുന്നണി അതിവേഗം മുന്നോട്ട് വരുന്നു എന്നുള്ള റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം. വൈകാതെ അത് കേൾക്കാം. ആ മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു ലൈവായിട്ട് തരാമെന്ന് പറഞ്ഞത്. അറിയില്ല, ഞാൻ ഇതിലേറെ കൺവിൻസിംഗ് ആയിട്ട് പറയണ്ടല്ലോ. ലോക്സഭയിൽ പ്രസംഗിച്ച വീഡിയോസൊക്കെ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനായാലും വലിയ മറുപടി വേറെ ഇല്ലല്ലോ. അറിഞ്ഞൂടാ, അതിപ്പോ ഞാനെങ്ങനെ പറയാ. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. വീഡിയോ ഉണ്ട്, എല്ലാവരും പ്രസംഗിക്കുന്ന വീഡിയോ ഉണ്ട്. എനിക്ക് തോന്നിയത് സബ്ജക്റ്റ് മാറിപ്പോയതാവും ചിലപ്പോൾ. CAയിലാണെങ്കിൽ, സിറ്റിസൺഷിപ്പ് ലോയിലാണെങ്കിൽ അതിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആവാം, എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ പ്രസംഗിച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ശരി. നാളെ ഞാൻ ഡൽഹിയിൽ പോവാണ്. ഈ CA പിന്നെ നമ്മൾ കൊടുത്ത പെറ്റീഷൻ അതുകൂടി പറയാം, ന്യൂസായിട്ട് തന്നെ പറയാം. CA ഇതിനെതിരായിട്ട് ഞങ്ങൾ കൊടുത്ത ഹർജി 19-ന് കോടതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ലഭ്യമായ ഏറ്റവും സീനിയറായിട്ടുള്ള വക്കീലിനെയാണ് ഞങ്ങൾ എൻഗേജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹവുമായി തലേ ദിവസം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തങ്ങളും പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട്. പോയിട്ട് അന്നത്തെ ഡിസ്കഷൻ പോലെ വളരെ സീരിയസ് ആയി എടുത്ത് വക്കീലുമായിട്ട് ബ്രീഫ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാം. അത് ഞങ്ങൾ ബോംബെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് വരും. ഞാനൊരു ദിവസം മുമ്പേ പോകും. മിക്കവാറും കപിൽ സിബിലായിരുന്നു ആദ്യം ഹാജരായത്. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്.